ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലം വരെ പോയി. അവിടെ ആയുർവേദ കട വരെ പോയതാണ് കേട്ടോ. അന്നേരം അമ്പലപ്പുഴ അമ്പലത്തിൽ ഊണ് സമയമാണേ. അപ്പോൾ അമ്പലത്തിൽ കയറി ഊണും കൂടെ കഴിച്ചേക്കാൻ ഓർത്തു. കുറേ നാളായി കേട്ടോ ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് വന്നത്. മണ്ഡല മാസം ആയതുകൊണ്ട് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് അന്നദാനം ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഈ കളത്തട്ടലിരിക്കുന്നവരൊക്കെ ഊണ് കഴിഞ്ഞിട്ട് വിശ്രമിക്കുക. നല്ല വെയിലും ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല വെയിലാണ്. ആ കാണുന്ന ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഭഗവാനെ നട അടയ്ക്കുന്നതിന് മുമ്പ് തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ. എല്ലാ സൈഡിൽ നിന്നും ഉണ്ട്. പക്ഷേ അന്നദാനം കഴിക്കുന്നിടത്ത് വലിയ തിരക്കില്ലായിരുന്നു, തിരക്ക് ഒഴിഞ്ഞായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് ഉച്ച സമയത്ത് ഇവിടെ വന്ന് ആഹാരം കഴിക്കും. അന്നൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ ഇപ്പം കുറേ കൂടെ സൗകര്യം ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട് കേട്ടോ ആഹാരം. അയ്യപ്പന്മാർക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ആഹാരം കഴിക്കാം. അപ്പോൾ ഇത് നാടകശാല സദ്യ കേട്ടോ ആയി വന്നത്. ഇത് സദ്യാലയമാണേ. ഞങ്ങളങ്ങനെ ഊണ് വാങ്ങിച്ചു. മോര്, സാമ്പാർ, ഒരു കൂട്ടുകറി, മാങ്ങാച്ചാറ്, പിന്നെ പാൽപ്പായസം ഉണ്ടായിരുന്നേ. കുഞ്ഞു ക്ലാസ്സിലാണ്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ഊണായിരുന്നേ. ഏട്ടൻ വർക്ക്ഷോപ്പ് വരെ പോയിരിക്കുക. അപ്പം ഞങ്ങൾ 3 പേരെ ഇവിടെ ഇറക്കിയിട്ടാണ് പോയത്. നമ്മുടെ കേശുകൊണ്ട് ഇങ്ങനെ കറിയെല്ലാം പുറത്തൊഴിച്ചാൽ കഴിക്കത്തില്ല. പക്ഷേ അമ്പലത്തിലായതുകൊണ്ട് അവന് ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, എല്ലാവരും കസേരയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ആൾക്കാർ. വരുന്നതിനനുസരിച്ച് അവർ ആഹാരം കൊടുത്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിച്ച് പായസം എല്ലാം കുടിച്ചിട്ട് കയ്യും കഴുകി ഇറങ്ങിയേ. ഇനിയിപ്പോൾ ഏട്ടൻ വരണോ ഞങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഓർത്ത് കുറച്ച് സമയം കളത്തട്ടയിലിരുന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. നല്ല വെയിലായതുകൊണ്ട് തന്നെ കളത്തട്ട സ്ഥലം കാണുമെന്ന് അറിയത്തില്ല, നല്ല വെയിലാണ്. ഞങ്ങളങ്ങനെ പായസത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നടക്കുവാണേ. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥലം കണ്ടോ, ചില ഊണൊക്കെ കഴിഞ്ഞ് കിടക്കുക. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവാണ് കേട്ടോ. കുറേ വർഷം പഴക്കമുള്ളതാണ്. നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. കളത്തട്ടൊക്കെ ഒത്തിരി പഴയതായിരുന്നു. ഇപ്പം അതെല്ലാം കൂടെ ഒന്ന് പുതുക്കി പണിതാണ് കേട്ടോ. പണ്ട് പലകയായിരുന്നു, അത് മാറ്റിയിട്ടൊക്കെ അവർ ചെയ്തതാണ് കേട്ടോ. ഉച്ച സമയത്ത് പാൽപ്പായസം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതുണ്ടോ. രാവിലെ വന്ന് രസീത് എഴുതി വരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച ഞങ്ങളുടെ മടിയിലോട്ട് കയറി വന്നു. ആദ്യം മൗലിയുടെ മടിയിൽ കയറി അവൾ ഓടിച്ചു വിട്ടപ്പോൾ അവിടെ പുറകെ മാറി ഇരിക്കുവാണേ. ഇപ്പോഴും അവിടെ സദ്യ നടന്നുകൊണ്ടേ ഇരിക്കുക. ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അമ്മമാരൊക്കെ രാവിലെ വന്ന് തൊഴുതിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം വെയിൽ താറി കഴിയുമ്പോഴേ പോകത്തുള്ളൂ കേട്ടോ. എന്നും വരുന്ന അമ്മമാരുണ്ട്. ഇനിയിപ്പം മകരം 1 മുതൽ 12 വരെ 12 കളഭം തുടങ്ങും. അത് കഴിയുമ്പോൾ ഫെബ്രുവരി 28 തൊട്ട് മാർച്ച് വരെ പള്ളിപ്പാന. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഉത്സവം. എല്ലാം കൊണ്ടും ഇനി അങ്ങോട്ട് അമ്പലപ്പുഴക്കാർക്ക് പൂരമാണ്. കണ്ടോ, കളത്തട്ടൻ്റെ പലകയൊക്കെ അവർ മാറ്റിയതാണ്. മുമ്പത്തേനെക്കാട്ടി ഒത്തിരി മാറ്റിയിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഏട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഏട്ടൻ കഴിക്കുവാണെങ്കിൽ ഏട്ടന് ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ശീവേലി സമയമാണ് കേട്ടോ. ആ സമയത്ത് നട അടയ്ക്കും. ശീവേലി കഴിഞ്ഞിട്ട് നട അടയ്ക്കും. അതുവരെ നല്ല തിരക്കായിരിക്കും കണ്ടോ. ശീവേലി ആയിട്ടോ. 3 റൗണ്ട് ഗോപുരത്തെ ചുറ്റി വലം വെക്കും. അത് തൊഴാനായിട്ട് തന്നെ ദൂരെ നിന്ന് വരുന്നവരുണ്ട്. വൈകുന്നേരം ഇതേപോലെ തൃപ്പകയെന്ന് പറയും. വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. ഈ ശീവേലി കഴിഞ്ഞിട്ട് നടയടയ്ക്കും. 1 മണിയാകുമ്പോഴാണ് കേട്ടോ പാൽപ്പായസം കൊടുക്കുന്നത്. മുമ്പ് പാൽപ്പായസം നേരത്തെ രസീത് എഴുതണമായിരുന്നു. ഇപ്പം അങ്ങനല്ല. രാവിലെ 8 മണിക്ക് വന്ന് ക്യൂ നിൽക്കണം. 10 മണിയാകുമ്പോൾ രസീത് കൊടുക്കും. 1 മണിയാകുമ്പോൾ പായസം കിട്ടും. അത് ഈ മണ്ഡലകാലം ആയതുകൊണ്ടാണ് കേട്ടോ. അയ്യപ്പന്മാർക്കും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ ഊണ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞാനും കൂടെ കയറിയപ്പോഴത്തേക്ക് ഊണ് വാങ്ങിച്ചാലേ പായസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഞാനും ചോറ് വാങ്ങിച്ചു കേട്ടോ. ഇച്ചിരി ചോറേ വാങ്ങിച്ചോളൂ ഏട്ടനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചോറൊക്കെ ഉണ്ട്. ഏട്ടന് 4 ഗ്ലാസ് പായസം കിട്ടി കേട്ടോ. പാൽപ്പായസം അവനും അവക്കും എനിക്കുമൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേ. ഞങ്ങളങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു സുന്ദരി കുട്ടി പായസവും വാങ്ങിച്ച് ചോറ്റുപാത്രത്തിൽ നടന്നു പോകുന്നത് കണ്ടോ. ഒരു കുഞ്ഞു വാവ. അവൾ പുരാണം എല്ലാം പറഞ്ഞ് പോവാം കേട്ടോ. അപ്പം ഞങ്ങളും വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്